ഇദ്ദേഹം ഒറാങ് വരുന്നു, അത് തുറക്കുന്നു, വസ്ത്രമില്ലാതെ വിജയകുമാർ തന്നെ ഇങ്ങനെ നിൽക്കുന്നു. എന്താ ഒറാങ്? നിങ്ങളെ ഞാൻ കൊല്ലാൻ പോവുകയാണ്, നിങ്ങൾ ഫോട്ടോ അടി പിടിച്ചു. എന്റെ ഒരു ചോദ്യം, ഈ ഡോക്ടർ മീരയുടെ ഫോൺ അവിടെ ഡെഡ് ആകാതെ ഇരിക്കുക, സ്വിച്ച് ഓഫ് ആകാതെ ഇരിക്കുക, അതുമായിട്ട് ഇവൻ പോയത്, അത് ആർക്കും ട്രേസ് ചെയ്യണ്ടേ? നമസ്കാരം. കോട്ടയം വിജയകുമാറിന്റെയും ഭാര്യ ഡോക്ടർ കൂടിയായ മീരയുടെയും കൊലപാതകം, അതിദാരുണമായ കൊലപാതകം, അത് ചെയ്തത് എങ്ങനെയാണെന്നും ഈ പറയുന്ന അമിത് ഒറാങ് എന്ന് പറയുന്ന പ്രതി, ഇപ്പൊ നിലവിലെ പ്രതി വെറും ഒരു വാടക കൊലയാളി മാത്രമാണെന്നും കാണിച്ചുകൊണ്ട് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടു. അതിൽ നമ്മൾ കുറെ പോയിന്റുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, നമ്മുടെ കുറച്ച് സംശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ആ സംശയങ്ങളൊക്കെ നമ്മൾ ക്രോഡീകരിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ഈ പറയുന്ന അമിത് ഒറാങ് എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പേ അവര് പ്ലാൻ ചെയ്ത് ഈ പറയുന്ന വിജയകുമാറിനെയും ഭാര്യയെയും ക്രൂരമായി കൊല്ലാൻ വേണ്ടിയിട്ട് അവർ ഹയർ ചെയ്ത ഒരു വാടക കൊലയാളി മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഡോക്ടർ ഭാസ്കർ, പുള്ളിയുടെ ചാനലിന്റെ പേര് ദ ക്രിട്ടിക് ഭാസ്കർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ഭാസ്കറിനെ കുറിച്ച് പറയുമ്പോൾ പുള്ളി ആദ്യം ഒരു ഡോക്ടറാണ്, രണ്ടാമത് ഇതിന്റെ അയൽവാസി കൂടിയാണ്. ഈ പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 1-2 കിലോമീറ്റർ അതിനകത്തേ ഉള്ളൂ ഈ ഒരു വീട്. അതായത് ഒരു അയൽവാസിയാണ്, ഒരു ഡോക്ടറാണ്. അതിലുപരി ഈ പറയുന്ന വിജയകുമാറുമായിട്ട് ബന്ധമുണ്ട്. ഈ പറയുന്ന വിജയകുമാറിന്റെ മകൾ, അവരുമായിട്ട് ഒത്തു പഠിച്ച ഒരു സഹപാഠി കൂടിയാണ് ഈ ഡോക്ടർ. അതുകൊണ്ട് തന്നെ ഈ പുള്ളിയുടെ വാക്കുകൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടിയും വളരെ ഗൗരവത്തോടു കൂടിയും എടുക്കണമെന്ന് നിങ്ങളടുത്ത് ഞാൻ പറയുകയാണ്. ആ പുള്ളിയുടെ ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കും, നിങ്ങൾ പോവുക, കാണുക. അതിനകത്ത് ഞാൻ വിട്ടുപോയ, അതായത് ഞാൻ ശ്രദ്ധിക്കാത്ത, ഞാൻ ഈ കുറെ പോയിന്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് നിരത്തി, ഞാൻ ശ്രദ്ധിക്കാത്ത കുറച്ച് പോയിന്റുകൾ, ഞാൻ തന്നെ ഞെട്ടിപ്പോയ ചില ഫൈൻഡിങ്ങുകൾ ഈ പുള്ളി അതിനകത്ത് പറയുന്നുണ്ട്. അതിന്റെ മുഴുവൻ വീഡിയോ നിങ്ങൾ കാണണം. ഏതാണ്ട് 10-17 മിനിറ്റുള്ള വീഡിയോ ആണ്. അത് ഫുള്ളാ കാണുമ്പോൾ ഇത് ഏത് രീതിയിലാണ് എക്സിക്യൂട്ട് ചെയ്തത്, ഈ കൊലപാതകം ഈ അമിത് ഒറാങ്ങിനെ എങ്ങനെ കൊണ്ടുവന്നു, ഏത് രീതിയിലാണ് ഈ പറയുന്ന പോലീസ് നമ്മുടെ മുന്നിലേക്ക് വെച്ച തിരക്കഥ എങ്ങനെയാണ് പൊളിഞ്ഞു പോയത്, അങ്ങനെ ആ തിരക്കഥ ഓരോ സ്റ്റെപ്പ് വെച്ച് ഈ പുള്ളി കൃത്യമായിട്ട് പൊളിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ചില ഭാഗങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. പുള്ളി എത്ര കൃത്യമായിട്ടാണ് അത് എന്ത് ചെയ്തു, അതിനെ അനലൈസ് ചെയ്തത് അല്ലെങ്കിൽ അതിനെ നോക്കിക്കണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളിയുടെ വീഡിയോയിലേക്ക്. അതുകൊണ്ട് അടിച്ചാൽ ഇയാൾ ചാകില്ല എന്ന് വ്യക്തമാകുന്നു. വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്ന കോടാലി എടുത്തുകൊണ്ട് അയാൾ ഈ പ്രതിയെ വെട്ടുന്നത് ശരീരത്തിൽ രക്തം തെറിക്കാതെ അകന്ന് നിന്നുകൊണ്ട്, കോടാലി കൈയുടെ അറ്റത്ത് പിടിച്ചുകൊണ്ട് അകന്ന് നിന്നുകൊണ്ടാണ് തലയ്ക്ക് പിന്നിൽ ആദ്യം അടിക്കുന്നു. ചെറിയ ഞരക്കമുണ്ടാകുന്നു, പിന്നീട് വീണ്ടും അടിക്കുകയും വെട്ടുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ശബ്ദം കേട്ടാണ്, അതായത് മാറി നിന്ന് അടിച്ചു കൊല്ലുക, രക്തം തെറിക്കരുതല്ലോ, മാറി നിന്ന് അടിച്ചു കൊല്ലുക, അതുകൊണ്ട് രക്തം തെറിച്ചില്ല. അപ്പോഴും തിരക്കഥയിൽ ഒരു ചെറിയ വിട്ടുവീഴ്ച വന്നിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാറി നിന്ന് അടിച്ചു കൊല്ലണമെങ്കിൽ അദ്ദേഹം കിടന്നുറങ്ങുകയായി, അല്ലെ? പട്ടുമണ്ടെങ്കിൽ കിടന്നുറങ്ങുന്ന ഒരു കോടീശ്വരൻ കിടന്നുറങ്ങുമ്പോൾ മാറി നിന്ന് 2 പൊട്ടിച്ച് ഒന്ന് ശരി സംഭവിക്കും. ബോഡി കിടന്നു എവിടെയാ? ഹാളിലാണ് കിടന്നത്, സെൻട്രൽ ഹാളിലാണ്. അപ്പൊ അവിടുന്ന് വലിച്ചുകൊണ്ട് വരുമ്പോൾ രക്തം മൊത്തം അങ്ങോട്ട് വരും, ഇവിടെ വരും, അല്ലെ? അത് വന്നിട്ടില്ല. അദ്ദേഹം പൂർണ്ണ നഗ്നനായിട്ട് നിൽക്കുകയാണ്. അതിന്റെ അർത്ഥം പോലീസ് ഭാഷ്യം നമ്മൾ കുറച്ചുകൂടെ വിസ്തീർണമായിട്ട് ഒരു 3D ആംഗിൾ അല്ല 4D ആംഗിൾ ചിരിക്കുകയായിരുന്നെങ്കിൽ, ഇദ്ദേഹം ഒറാങ് വരുന്നു, അത് തുറക്കുന്നു, വസ്ത്രമില്ലാതെ വിജയകുമാർ തന്നെ ഇങ്ങനെ നിൽക്കുന്നു. എന്താ ഒറാങ്? നിങ്ങളെ ഞാൻ കൊല്ലാൻ പോവുകയാണ്, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കണം എന്ന് പറഞ്ഞ് മാറി നിന്ന് അടിക്കുക, അവിടെ ഇട്ട് കൊല്ലുക, ഡ്രസ്സ് ഇല്ലാതെ. അതാണ് പറഞ്ഞു വരുന്നത്. അതായത് വലിച്ചിഴച്ച് കൊണ്ടുവന്നിട്ട് പാടൊന്നുമില്ല. പുള്ളി ബോധത്തോടു കൂടി തന്നെ ആയിരിക്കാം അവിടെ സെൻട്രൽ ഹാളിൽ വന്നിരിക്കുന്നത്. അപ്പൊ അടിച്ചു. അതുപോലെ തന്നെ പുള്ളിക്കാരത്തി ചിലപ്പോൾ ഉറങ്ങായിരിക്കാം, അടിച്ചു, കൊന്നു. 2 പേരും ചോപ്പിംഗ് വുണ്ട് ഭയങ്കര വിരോധമാക്കി കൊന്നു. ഈ കൊലകളൊന്നും നടത്തിയിട്ട് പ്രസ്തുത കക്ഷിയുടെ മേത്ത് ഒരു പുള്ളി ചോര പോലും വീണിട്ടില്ല. അപ്പോ പുള്ളി ഇവിടെ പറയുന്ന വളരെ വ്യക്തമായ കാര്യം, നമ്മൾ ഇന്നലെ പറഞ്ഞൊരു സംഭവം തന്നെയാണ്. ഇത്രയും അടി നടന്നിട്ട് അവൻ തിരിച്ചു പോയപ്പോൾ അവന്റെ ദേഹത്തിന് ഒരു തുള്ളി രക്തവും കൂടി ഇല്ലായിരുന്നു എന്നുള്ളത്. പുള്ളി ഇവിടെ പറയുന്ന മറ്റൊരു കേസ് എന്താണ്, റൂമിൽ ഉറങ്ങിക്കിടന്നതാണ്, അതായത് രക്തം തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് പിന്നീട് ദൂരെ നിന്ന് അടിച്ചു എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഈ പുള്ളിയുടെ ഡെഡ് ബോഡി കിടന്നത് ഹാളിലാണ്, അല്ലെ? വരുന്ന ആ ഡോറ് തുറക്കുന്ന അവിടെയാണ് ഈ പുള്ളിയുടെ ഡെഡ് ബോഡി കിടന്നത്. അപ്പോൾ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളത് പുള്ളി ചോദിക്കുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ഇവിടെ വന്നു? അങ്ങനെയാണെങ്കിൽ ഒരു തുള്ളി രക്തവും പോലും ഇതിനകത്ത് ഉണ്ടാവാതിരുന്നത് എന്തുകൊണ്ട്? അതുമല്ല, ഈ പുള്ളി ഫൈൻഡ് ചെയ്ത മറ്റൊരു കേസ്, ഈ ഇപ്പോ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ പോലും ഇവന്റെ ഡ്രസ്സ് അന്ന് കൊലക്കിട്ടോണ്ട് നടന്ന അതേ ഡ്രസ്സാണ് ഇപ്പോൾ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ നമ്മൾ ആ ഡ്രസ്സ്, അതായത് 4 ദിവസം കൊണ്ട് ഇവന് ഡ്രസ്സേ മാറിയിട്ടില്ല
എന്നൊരു കണ്ടുപിടുത്തവും കൂടി പുള്ളി നടത്തിയിട്ടുണ്ട്. അത് നോക്കുമ്പോൾ ശരിയാണ്, ആ ഒരു ഡ്രസ്സ് തന്നെയാണ് പുള്ളി ഇപ്പോഴും ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അതിനകത്തുനിന്ന് ഒരിടത്ത് പോലും ഒരു ചോരക്കറ ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഒരു 4 അംഗ സംഘമെങ്കിലും, കുറഞ്ഞതൊരു 4 അംഗ സംഘമിനകത്ത് പരിപാടി നടത്തി കൊല നടത്തിയതിനു ശേഷം ഈ പറയുന്ന DVR-ഉം ഈ ഫോണും ഇവന്റെ കയ്യിൽ കൊടുത്തു വിട്ടതാണ് എന്ന് ഞാൻ പറയുന്നത്. ഇനി ഇത് നമ്മൾ കൂടി പറഞ്ഞ സംഭവമാണ്. ഇനി അടുത്ത പറയുന്ന സംഭവങ്ങളാണ് ഞെട്ടിക്കുന്നത്. അതും കൂടി നമുക്കൊന്ന് വളരെ ലോജിക്കായിട്ട് ചിന്തിച്ചാൽ ആ പുള്ളി പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാവും. അത് കേൾക്കാം. ഇപ്പൊ ഞാനൊക്കെ ഫോണൊന്നുമല്ല, നല്ല ഐഫോൺ തന്നെ ആയിരിക്കാം എടുത്തോണ്ട് പോയി. ഈ 3 ഫോൺ എടുത്തോണ്ട് പോയി. അതിനകത്ത് ഡോക്ടർ മീരയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ പറ്റിയില്ല. ബാക്കി 2 ഫോണും സ്വിച്ച് ഓഫ് ആയി. ഇതിനോടിടയ്ക്ക് മീരയുടെ ഫോണും ഇവന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ പോലീസിന്റെ ഭാഷ ഇങ്ങനെയാണ്, അവൻ ഗൂഗിൾ അക്കൗണ്ട് ഹാക്ക് ചെയ്തു, ഗൂഗിൾ അക്കൗണ്ട് ക്യാൻസൽ ചെയ്തു, വേറെ വൈഫൈയിൽ കയറി, തലകുത്തി നിന്നു, ചാടി നിന്നു. ഇൻസ്റ്റാഗ്രാമിൽ കയറിയ സമയത്ത് പോലീസ് വല അങ്ങോട്ട് പിടിച്ചു, തന്നൂലം ഓട്ടോമാറ്റിക് പിടിച്ചു. എന്റെ ഒരു ചോദ്യം, ഈ ഡോക്ടർ മീരയുടെ ഫോൺ അവിടെ ഡെഡ് ആകാതെ ഇരിക്കുക, സ്വിച്ച് ഓഫ് ആകാതെ ഇരിക്കുക, അതുമായിട്ട് ഇവൻ പോയത്, അതാർക്കും ട്രേസ് ചെയ്യണ്ടേ? അപ്പൊ അവിടെയും തിരക്കഥ വിട്ടുവീഴ്ചയും തോൽവിയും സംഭവിച്ചിരിക്കും. അതായത് പുള്ളി ഇവിടെ പറയുന്ന വളരെ വാലിഡ് ആയിട്ടുള്ള കേസാണ്. അതായത് ഇവർ തന്നെ പറയുന്നുണ്ട്, ഈ 3 ഫോണുകൾ 2 ഫോണുകൾ അവനെ വെള്ളത്തിൽ എറിഞ്ഞു, ഒരു ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ പറ്റിയില്ല, അത് മീരയുടെ ഫോണാണ്, അതും കൊണ്ടാണ് അവൻ പോയത്. എന്നിട്ട് ഇവനെ പിടിച്ചത് എങ്ങനെ, ഇവനെ ട്രേസ് ചെയ്തത് എങ്ങനെ എന്ന് പോലീസുകാർ പറയുന്നത് എങ്ങനെയാണ്? ഇവന്റെ ഫോൺ വഴി ഇവന്റെ ഗൂഗിൾ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ സഹോദരന്റെ നെറ്റ് വഴി കയറിയപ്പോഴാണ് ഇവൻ ഏത് സ്ഥലത്തുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി എന്ന് പറയുന്നു. പുള്ളി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഈ മീരയുടെ ഫോൺ ഓണല്ലേ? ഈ മീരയുടെ ഫോൺ ഓഫ് ആവാതെ കൊണ്ട് നടക്കുക, അപ്പൊ അത് ട്രേസ് ചെയ്താൽ പോരായിരുന്നു, പിന്നെ എന്തിനാണ് ഈ തിരക്കഥ, എന്തിനാണ് ഈ കള്ളത്തരം എന്നാണ് പുള്ളി. അതായത് പോലീസ് നടത്തിയ തിരക്കഥയിൽ വന്ന വീഴ്ചകളാണ് പുള്ളി ചൂണ്ടിക്കാണുന്നത്. ഇത് ഏറ്റവും വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ്. ഇവർ തന്നെയാണ് പറഞ്ഞത്, ഈ പോലീസ് തന്നെയാണ് പറഞ്ഞത് എന്താണ്, മീരയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ പറ്റിയില്ലെന്ന്. പിന്നെ എന്തിനാണ് ഇവൻ ഈ ഗൂഗിൾ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യുന്നവരെ ഇവർ എന്തിന് കാത്തു, അതിനെ പിന്തുടർന്ന് പോയാൽ മതിയല്ലോ എന്നുള്ളതും. പിന്നെ ഈ പുള്ളി പറയുന്ന മറ്റൊരു കേസുണ്ട്, ഇവൻ എന്തുകൊണ്ട് അത് ഡീആക്ടിവേറ്റ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റാത്തതല്ല, ഇത് ചെയ്യാത്തതിന് മറ്റൊരു കാരണം പുള്ളി പറയുന്നത്, അതും വാലിഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഈ പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിച്ച ആൾക്കാരുണ്ടല്ലോ, ഈ പുള്ളിയെ കൊണ്ട് ഈ കൃത്യം ചെയ്യിപ്പിച്ച ആൾക്കാർക്ക് ചെറിയ ഡൗട്ട് ഉണ്ടാവാം, ചിലപ്പോൾ ഇവൻ ഇതെല്ലാം ചെയ്ത് ഇവൻ മുങ്ങിയാലോ, അപ്പൊ ഇവനെ അവർക്കും ട്രേസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടായിരിക്കും ഇത് ഓണാക്കി തന്നെ വെച്ചിരിക്കണം എന്ന് അവര് പറഞ്ഞതാണ്. അതിനൊരു ലോജിക് ഉണ്ട്. കാരണം ഇതെല്ലാം ചെയ്ത് ഇവരെ കയ്യിൽ നിന്ന് വിട്ട് ഇവൻ വേറെ എവിടെയെങ്കിലും പോയി ഇതൊക്കെ വിളിച്ചു പറഞ്ഞാൽ പണിയാവില്ലേ? അപ്പൊ അതിന് മുമ്പ് ഇവരെ കൈവിട്ടും പോകാൻ പാടില്ല. അപ്പൊ ഇവൻ എവിടെ പോകണമെന്ന് ഇവർക്കും അറിയണം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ മീരയുടെ ഫോൺ ഓൺ ആക്കി വെക്കാൻ പറഞ്ഞത്. വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്. അടുത്ത പോയിന്റ്, പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തു. അപ്പൊ എന്തുകൊണ്ട് ടിക്കറ്റ് എടുത്തില്ല? ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫ്രം ടു ഒക്കെ കാണും, അതുകൊണ്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് അറിയിക്കാൻ വേണ്ടി ഇട്ടതാണെന്നുള്ള ചിന്ത ജനങ്ങൾക്കുണ്ടാകും. അപ്പൊ അത് വേണ്ട, നീ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ മതി, അത് ഇട്ടാൽ മതി എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന പോലീസ് അദ്ദേഹത്തിന്റെ ആ ഒരു തിരക്കഥയിൽ ചെറിയ വീഴ്ച വന്നിരിക്കുകയാണ്, അല്ലെ? പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുക എന്നുള്ളത്. അത് റെയിൽവേ വന്നാൽ എന്താ, അവിടെ CCTV ഉണ്ട്, അവിടെ ഒന്ന് വർക്കിംഗ് ആയിട്ടുള്ളത് പ്രധാനമായിട്ടും റെയിൽവേയിലാണ്. അപ്പൊ റെയിൽവേ വന്ന് CCTV കാണിച്ചു, തിരിച്ചു ഇവിടെ ഓട്ടോയിൽ കയറി ഓട്ടോക്കാരൻ പ്രത്യേകം പറയുന്നുണ്ട്, ഒരാളേ ഉള്ളൂ, ആയിക്കോട്ടെ ഒരാളെ ഉണ്ട്. നേരെ വന്ന് തിരുവാതിക്കല് ജംഗ്ഷനിൽ ATM-ന്റെ ഭാഗത്ത് പോയി CCTV. ഇത്രയും ടെക്നോളജിയെ പറ്റി അറിവുള്ളവനാണ് ഈ ചെയ്യുന്ന പരിപാടി ആലോചിക്കണം, എല്ലാം CCTV വഴി പോയി ഇരിക്കുന്നത്. അവിടെ നിന്ന് പോയി. അപ്പം കൃത്യമായിട്ട് ഒരു റൂട്ട് മാപ്പ് യവന്റെ കിട്ടിയിരിക്കുന്നു, ഇതാണ് യവൻ കൊല്ലാനുള്ള സാഹചര്യം എന്നുള്ളത്. ചേടാ, മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് വേണ്ടി ഗ്രൂപ്പ് അഭിനയിക്കുന്ന ടിനി ടോമിന്റെ പടമൊന്നും കാണിക്കത്തില്ല. വലിയ സ്റ്റണ്ട് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പാണ് ചെയ്യുന്നത്. ബ്രൂസ്ലിക്ക് ഗ്രൂപ്പായി വന്ന ജാക്കി ചായ ഗ്രൂപ്പിന്റെ പടമൊന്നും ഒരിക്കലും വരത്തില്ല. ഇന്ന് പറഞ്ഞുകൊണ്ട് നടന്റെ പടങ്ങളെല്ലാം വന്നു, അതിനകത്ത് കളി വേറെ ഉണ്ട്. അതറിയിരിക്കട്ടെ. ഓക്കെ, പുള്ളി ഇതിന് വീണ്ടും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പുള്ളി ഇവിടെ പറഞ്ഞ പ്ലാറ്റ്ഫോം ടിക്കറ്റ് കേസ് നിങ്ങൾക്ക് മനസ്സിലാക്കണം, കുറച്ച് ഭാഗം കട്ടായി പോയത്. അതായത് പുള്ളി പറയുന്നത്, ഇവര് പറയുന്നു ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഈ വീടിനകത്ത് കിടന്ന് കിട്ടി ആണല്ലോ. ഇവര് പറയുന്നു ഇപ്പൊ പ്ലാറ്റ്ഫോമിൽ നിന്നത് കൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് വീണതാണ് എന്ന് പറയുന്നു. പക്ഷേ ഈ പറയുന്ന പോലീസ് തന്നെ പറയുന്നത് ഇവർ 19-ാം തീയതി അവിടെ വന്ന് റൂം എടുത്തു, ഈ കൊല നടത്താൻ വേണ്ടിയിട്ട് റൂം എടുത്തു എന്നുള്ളതാണ്. ഈ റൂം എടുത്തവൻ എന്തിന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം? വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നതിന് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാനോ എടുക്കാനോ അല്ലെങ്കിൽ സമയം പോകാനൊക്കെ നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് വെക്കും ആണല്ലോ. അവിടെ വന്ന് റൂം എടുത്തവൻ എന്തിന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം? അത് വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായോ? പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് എന്തുകൊണ്ട് ഇവിടെ കൊണ്ടിടണം? എന്തിനവൻ അവിടെ ചെന്ന് ഈ പറഞ്ഞതല്ലേ കഥകിൽ അല്ലെങ്കിൽ ചുമരിൽ
തന്റെ പേര് എഴുതി വെക്കണം? എന്തുകൊണ്ട് ഇവന്റെ പിന്നെ ശരീരത്തൊന്നും ഒരു ബ്ലഡിന്റെ കറ പോലും വന്നിട്ടില്ല? ഇവൻ ആ വീട്ടിൽ പോയിട്ട് തിരിച്ച് ഏതോ ഒരു ഫംഗ്ഷന് പോയിട്ട് തിരിച്ച് അവിടെ നിന്ന് ഒരു ട്രോഫി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടി അത് പൊതിഞ്ഞു കൊണ്ടുപോകുന്ന ലാഘവത്തോടെ വീട്ടിൽ ആ DVR കൊണ്ടുപോകുന്നത്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കും. വലിയ അപാര ബുദ്ധിയോ മാനുഷിക ബുദ്ധിയോ ഒന്നും വേണ്ട. ഇത് വളരെ കോമൺ സെൻസ് ആണ്. ഇത് ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്, അല്ലെങ്കിൽ ഇവനൊരു വാടക കൊലയാളി മാത്രമാണ്. ഇവൻ ആ മരണത്തിന് ഇവൻ ഒരു പങ്കുപോലും, ഇവന്റെ കൈ അതിൽ പതിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവൻ ആ മരണവും പോലും കണ്ടിട്ടില്ല എന്ന് ഞാൻ സംശയിക്കുന്നു. ഇവൻ വന്നപ്പോൾ തന്നെ ആ മരണം കഴിഞ്ഞിരിക്കാമെന്ന് സംശയിക്കുന്നു, അല്ലെങ്കിൽ ഇവൻ ഈ പറയുന്ന വീടിന്റെ പുറത്തായിരിക്കാം എന്ന് സംശയിക്കുന്നു. ഇവന്റെ പ്രത്യേകിച്ച് ഇവൻ എങ്ങനെ ഇവിടെ എത്തി, ഏത് സോഴ്സ് വഴിയാണ് ഈ രാമചന്ദ്രന്റെ വീട്ടിലെത്തിയത് ഉറപ്പായിട്ടും കണ്ടുപിടിക്കണം. ഇവനെ ആരാണ് ജാമ്യത്തിലെടുത്തത്, അവർക്ക് ആരാണ് കൊട്ടേഷൻ കൊടുത്തത്, അത് ഉറപ്പായിട്ട് കണ്ടുപിടിക്കണം. അതിനേക്കാൾ ഉപരി ഇവൻ മുമ്പ് എവിടെയായിരുന്നു, ആ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം തരണം പോലീസെ. ഇവൻ മുമ്പ് എവിടെയായിരുന്നു, എവിടെ ജോലി ചെയ്തിരുന്നു, ഇവൻ എങ്ങനെ ഇത്രയും കോടീശ്വരനായ ഒരുത്തന്റെ വീട്ടിൽ ഈ ഒരു കാര്യസ്ഥന്റെ ലെവലിലേക്ക് ഇവൻ എങ്ങനെ വന്നു, അതിനാണ് ഉത്തരം കിട്ടേണ്ടത്. ഇത് വൻ കളികളാണ്, നമ്മൾ ഉദ്ദേശിക്കും പോലത്തെ കളികളൊന്നും അല്ല സാറേ. ഇത് വൻ കളികളാണ് നടക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തൂ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.